ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ബീഹാറിന് ബജറ്റിൽ വാരിക്കോരി പ്രഖ്യാപനങ്ങളുണ്ട്. കാർഷിക ഭക്ഷ്യ മേഖലകളിൽ ബീഹാറിന് മാത്രമായി പ്രത്യേകം പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ആദായ നികുതി ഇളവ് അടുത്ത ദിവസം പോളിംഗ് ബൂത്തിലെത്തുന്ന ഡൽഹിയെയും സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. എന്തുകൊണ്ട് ബീഹാറിന് മാത്രം കേന്ദ്ര ബജറ്റിൽ കൈയയച്ച് സഹായം? ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കാരണമെന്ന് രാഷ്ട്രീയ ഉത്തരം. താമരക്കുരു കൃഷി പ്രോത്സാഹിപ്പിക്കാനായി കർഷകർക്കായി മഖാന ബോർഡ് ആരംഭിക്കുമെന്നതായിരുന്നു ബീഹാറിനായി ബജറ്റിലെ ആദ്യ പ്രഖ്യാപനം. For this, there is a special opportunity for the people of Bihar. A Maqana board will be established in the state to improve production, processing, value addition and marketing of Maqana. പട്ന വിമാനത്താവളം നവീകരിക്കുന്നതിനായി പ്രത്യേക വിഹിതം. ബീഹാറിലെ മിഥിലാഞ്ചൽ കനാൽ പദ്ധതി. IIT പട്ന വിപുലീകരിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി. ഇങ്ങനെ നീളുന്നു ബജറ്റിലെ ബീഹാർ പട്ടിക. മാത്രമല്ല, മിഥില മേഖലയിലെ മധുബനി കലാശൈലിയിലുള്ള സാരിയുടുത്ത് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചതും ശ്രദ്ധേയം. അടുത്ത ആഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിക്കായി പ്രത്യേകം പദ്ധതികളില്ല. എങ്കിലും ആദായ നികുതിയിൽ ഇളവ് പ്രഖ്യാപിച്ചത് മധ്യവർഗ കുടുംബങ്ങളും സർക്കാർ ജീവനക്കാരും ഏറെയുള്ള ഡൽഹിയെ സ്വാധീനിക്കും. ബജറ്റ് അവതരിപ്പിക്കാൻ മധുബനി സാരി ധരിച്ചെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആ കലയെ മാത്രമല്ല ബീഹാറിനെയും ബജറ്റിൽ ചേർത്തു നിർത്തിയിരുന്നു. വിനീത VG 24 ഡൽഹി.